നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ യദു കേസിൽ നിയമോപദേശം കാത്ത പോലീസ്. നിയമോപദേശം കിട്ടിയ ശേഷം മാത്രം തുടർ നടപടികൾ മതി എന്നാണ് നിലപാട്. എന്നാൽ യദു ലൈംഗിക ചേഷ്ട കാണിച്ചതിന് തെളിവ് കണ്ടെത്താനാകാത്തതിന് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രന് ലൈംഗിക ചേഷ്ടയുള്ള ആംഗ്യം കാണിച്ചതിനും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനുമുള്ള തെളിവുകളാണ് പോലീസ് അന്വേഷിച്ചത്. എന്നാൽ ബസ്സിലെ CCTV ക്യാമറയിലുള്ള മെമ്മറി കാർഡ് കാണാതായതോടുകൂടി ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോലീസ്. ബസിന്റെ വേഗപ്പൂട്ട് പ്രവർത്തനരഹിതമായതിനാൽ തന്നെ അമിത വേഗത്തിലായിരുന്നോ എന്നും ബസ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് മേയർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പരാതിയുമായി യദു കോടതിയെ സമീപിച്ചതും തുടർന്ന് പോലീസ് കേസെടുത്തതും. ലൈംഗിക അധിക്ഷേപ കേസിൽ പ്രതിയായ ആൾ തനിക്കെതിരെ പരാതി നൽകിയ സ്ത്രീക്കെതിരെ മറ്റൊരു പരാതി നൽകിയത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ തന്നെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നിയമോപദേശം തേടിയത്. നിയമോപദേശം ലഭിച്ച ശേഷം മാത്രം കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി എന്ന നിലപാടിലാണ് പോലീസ്. ഇതിനിടെയാണ് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തീരുമാനിച്ചത്. ഇതോടെ എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് നിർബന്ധരാവുകയായിരുന്നു. അതിനു മുൻപ് നിയമോപദേശം തേടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച റിപ്പോർട്ട് ഏറെ ഞെട്ടിക്കുന്നു തന്നെയാണ്. വിവാദം തുടരുന്നതിനിടെ ഡ്രൈവർ ഓടിച്ച ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ബസിന്റെ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നെന്നും GPS പ്രവർത്തനരഹിതമായിരുന്നു എന്നുമാണ് അധികൃതർ കണ്ടെത്തിയിട്ടുള്ളത്. കാറിനെ മറികടക്കാൻ ശ്രമിച്ച യദു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചത് എന്നും നേരത്തെ മേയർ ആരോപിച്ചിരുന്നു. പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു MVD പരിശോധന നടത്തിയത്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധന റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറും. സംഭവവുമായി ബന്ധപ്പെട്ട് മെയ് 21 മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തും. ഡ്രൈവർ യദുവിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിലാണ് മൊഴി. KSRTC ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്നാണ് ആര്യ പറയുന്നത്. എന്നാൽ അത് ഇതുവരെ തെളിയിക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അത് ഇതുവരെ തെളിയിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടുമില്ല.